ഹായ് ഗായ്സ്, നമുക്കൊരു ഗീക്കി റെസിപ്പി ആണല്ലോ. അത് ഈ മുട്ട നല്ലോണം ബീറ്റ് ചെയ്ത് അതിലോട്ട് പഞ്ചസാര ഇത് എന്നിട്ട് ഡബിൾ ബോയിലിംഗ് അറിയില്ലേ, ഡബിൾ ബോയിലിംഗ് വഴിയിട്ട് ഈ മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട നല്ലോണം ബീറ്റായി കിട്ടാനാണ്. ഈ ബീറ്റായ മുട്ടയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാനില എസൻസും ഓൾഫ്ലവർ പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി അതുകൂടാതെ ബേക്കിംഗ് പൗഡർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെന്ത് ചെയ്യാം, നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഓവർ മിക്സ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും സൂക്ഷിക്കാം. എപ്പോഴും നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്യുവാണെങ്കിൽ അധികം ബബിൾസ് വരില്ല. നമുക്ക് വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലോട്ട് പാല് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗീയും കൂടി ഇടാം. എന്നിട്ട് ഇതൊന്ന് മിക്സായി ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അത് എന്ത് ചെയ്യാം, നമ്മുടെ നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമ്മുടെ ബാറ്ററിലോട്ട് വയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം ബേക്ക് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്തിട്ടുള്ള പാത്രം എടുത്തിട്ട് അതിലോട്ട് നല്ലോണം ഓയിലോ ഗീയോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ഓൾഫ്ലവർ പൊടിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സൈഡ്സ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേക്ക് ചെയ്തിട്ട് നമ്മുടെ കേക്ക് സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ബേക്ക് ചെയ്യുന്നത് എയർ ഫ്രയർ യൂസ് ചെയ്തിട്ടാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഓവനോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിലോ എന്ത് ചെയ്യാം, ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ 150 ഡിഗ്രിയാണ്. ഇവിടെ എനിക്ക് മോർ ദാൻ 30 മിനിറ്റ്സ് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ബേക്ക് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ സിമ്പിൾ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് റെസിപ്പി ഫിനിഷ് ആയിരിക്കണം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിവ്യൂസ് പറയുക. അതുകൂടാതെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ.